ഉണ്ടാകും. ശ്രീ മോഹൻ വർഗീസ്, ഞാൻ ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. എന്താണ് കെജ്രിവാൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരമൊരു പ്രഖ്യാപനം ഒരു കാരണവശാലും കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. അതിപ്പോൾ നവംബറിലോ ഡിസംബറിലോ ആക്കാനുള്ള ശ്രമം, അതിന് കുറച്ച് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവിടെ ഒരു രാഷ്ട്രീയ എഡ്ജ് കെജ്രിവാൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നാടകാചാര്യനായി മാറിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇതാദ്യമായിട്ടല്ല നാടകീയമായ പ്രസ്താവനകൾ കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മെയ് മാസം താൽക്കാലിക ജാമ്യം ലഭിച്ച് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഇതുപോലെ തന്നെ നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചു. അപ്പോഴാണ് BJPയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ശ്രീ നരേന്ദ്രമോദി 75 വയസ്സിൽ റിട്ടയർ ചെയ്യുമോ, അപ്പോൾ അൺലീഷിംഗ് കാറ്റ് എമംഗ് ദ പിജിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. BJP പാളയത്തിലും നേതൃനിരയിൽ ആങ്കലാപ്പുണ്ടാക്കുന്ന പ്രസ്താവനയായിരുന്നു അത്. BJP ഒരു വിധത്തിലാണ് അതിനെ തരണം ചെയ്തത്. ഒരു രണ്ടാം നിര നേതൃത്വത്തിലെ ആളുകൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ജനിപ്പിക്കുന്ന തരത്തിലുള്ള നാടകീയമായ പ്രസ്താവന. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പദത്തിൽ ജയിലിലായിരുന്ന 6 മാസം രാജിവെക്കാതെ പിടിച്ചു നിന്ന കേജ്രിവാൾ ജാമ്യം കെട്ടി പുറത്തിറങ്ങി 2ാം ദിവസം നാടകീയമായി രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ എന്ന നിലയിൽ ജനങ്ങളെ സമീപിക്കാനും വീടാന്തരം കയറി ജനകീയ കോടതിയിൽ തൻ്റെ ഒരു നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി കസേരയിൽ വരികയും ചെയ്യാം എന്ന കേജ്രിവാളിൻ്റെ തന്ത്രം. ഇത് രാഷ്ട്രീയ മർമ്മം, ശരിയായ രാഷ്ട്രീയ മർമ്മം അറിയാവുന്ന ജനങ്ങളുടെ ഒരു മനസ്സറിയാവുന്ന ഒരു നേതാവിൻ്റെ ഒരു തന്ത്രം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി പദത്തിൽ കേജ്രിവാൾ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫയലുകൾ ഒപ്പുവെക്കാനോ ഫയലുകൾ നോക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു റബ്ബർ സ്റ്റാമ്പ് ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ ആ ഒരു പദവി ഒരു ബാധ്യതയാണ്. അത് മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ കോർ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ഫ്രീ ബീസാണ്. ഫ്രീ ഇലക്ട്രിസിറ്റി, വെള്ളം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, യാത്രാ സൗകര്യങ്ങൾ, അങ്ങനെ വലിയ തോതിൽ ജനസൗഹൃദപരമായ നയങ്ങൾ നടപ്പിലാക്കിയ ഫയലുകൾ നീങ്ങണമെങ്കിൽ കേജ്രിവാൾ ആ തലപ്പത്തുണ്ടാകണം. ഇതില്ലാത്തപ്പോൾ വകുപ്പില്ലാ മുഖ്യമന്ത്രിയായി ഒരു റബ്ബർ സ്റ്റാമ്പായി ഇരിക്കുമ്പോൾ മറ്റു മന്ത്രിമാർ ആകെപ്പാടെ ഒരു പരുവത്തിന് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് കേജ്രിവാൾ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പാർട്ടിയെ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ നേരിടുകയും അങ്ങനെ ജനകീയ കോടതി അങ്ങനെയൊന്നില്ല എന്ന് യഥാർത്ഥത്തിൽ നിയമത്തിന് മുന്നിൽ ജനകീയ കോടതി ഒന്നുമില്ല. തെരഞ്ഞെടുപ്പ് എന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് മുഖ്യമന്ത്രി പദത്തിലിരിക്കാം. അല്ലാതെ കേസും വഴക്കും നിയമത്തിൻ്റെ വഴിയെ നീങ്ങണം. ജനകീയ കോടതി എന്നൊന്ന് കേവലം കാൽപ്പനികം മാത്രമാണ്. പക്ഷേ ആ കോടതിയിൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ച് മുഖ്യമന്ത്രി പദത്തിലെത്താം എന്ന രീതിയിലാണ്. അപ്പോഴും കേസും കാര്യങ്ങളും അതിൻ്റെ വഴിക്ക് കോടതി ഉത്തരവ് നമുക്ക് ഇന്നലെ അറിയാം, അത്ര സുഖകരമായിരുന്നില്ല. പുറത്തിറങ്ങിയെങ്കിൽ പോലും ഒരുപാട് ജാമ്യവ്യവസ്ഥകളുണ്ട്. ശക്തമായ വ്യവസ്ഥകൾക്ക് പുറത്താണ് പുറത്തിറങ്ങുന്നത്. മുഖ്യമന്ത്രിയായ ഒരു പെർഫോമൻസിന് കേജ്രിവാളിന് സാധിക്കില്ല. എങ്ങനെയായാലും അതവിടെ കിടക്കും. ശ്രീ രഞ്ജിത്ത്, ഈ മുഖ്യമന്ത്രി പദമെന്ന് പറയുന്നത് കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. കേജ്രിവാൾ എങ്ങനെയാണ് പിന്നിൽ പോയതെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ കേജ്രിവാളിന്റെ മത്സരം കോൺഗ്രസുമായിട്ടാണ്. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ BJP വിരുദ്ധ ഇന്ത്യയിലെ പാൻ ഇന്ത്യ സ്പേസിലേക്ക് ഇരച്ചു കയറാനുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ, ആ ഡിസൈൻ അവിടെ BJP അത് ഇടപെട്ട് അത് പൊളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി നഷ്ടപ്പെട്ട എഡ്ജ് പതിയെ വീണ്ടെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇപ്പോൾ ഇതാ ഹരിയാനയിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നു. അത് മാത്രമല്ല, ഡൽഹി തെരഞ്ഞെടുപ്പ് 2025 ഫെബ്രുവരി മാസം നടക്കേണ്ട തെരഞ്ഞെടുപ്പ് നവംബർ മാസം. ഇപ്പോൾ ഒരുപക്ഷെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയമാണ് നവംബർ. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നടക്കുകയും ഇപ്പോൾ ലഭിക്കാൻ സാധ്യതയുള്ള സഹതാപ വോട്ട് പെട്ടിയിലാക്കുകയും ചെയ്ത് ഡൽഹി നിലനിർത്തുകയെങ്കിലും ചെയ്യുക എന്നതാണ് മിനിമം കേജ്രിവാൾ അജണ്ട. അതിന് ഈ നാടകീയമായ പ്രസ്താവന തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പദത്തിൽ കടിച്ചു തൂങ്ങുന്ന കേജ്രിവാളിനേക്കാൾ ശക്തനായിരിക്കും മുഖ്യമന്ത്രി പദത്തിൽ നിന്നും താഴെ ഇറങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കേജ്രിവാൾ എന്ന ഒരു തിരിച്ചറിവാണ്. അല്ലാതെ അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ മറ്റ് മുഖ്യമന്ത്രിമാരൊക്കെ രാജിവെച്ചല്ലോ. ഹേമന്ത് സോറൻ രാജിവെച്ചു. മുഖ്യമന്ത്രി പദം രാജിവെച്ചതിന് ശേഷമാണ് ചമ്പൈ സോറനെ ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയാക്കിയത്. ജയലളിത രാജിവെച്ച് പനീർ സെൽവത്തെ മുഖ്യമന്ത്രിയാക്കിയതിനു ശേഷമാണ് ജയിലിൽ പോയത്. ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രി പദത്തിൽ നിന്നും രാജിവെച്ച് റാബ്രി ദേവിയെ മുഖ്യമന്ത്രിയാക്കിയതിനു ശേഷമാണ് ജയിലിലേക്ക് പോയത്. അപ്പോൾ അതിൽ നിന്നുള്ള പ്രസിഡൻസ് ഒന്നുമില്ലാതെ കേജ്രിവാളാണ്
ജനാധിപത്യ സംരക്ഷണം എന്ന പേര് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പദം രാജിവെക്കാതെ ജയിലിൽ തുടർന്നതിന് ഒരു സന്ദേശമുണ്ടെന്ന് ഇന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഇതെല്ലാം വളരെ വലിയ തോതിലാണ് BJP ആശയക്കുഴപ്പത്തിലാക്കുന്നത്. തീർച്ചയായും. അതുകൊണ്ടാണ് BJP സമ്മർദ്ദത്തിലാണ്. BJP എങ്ങനെയാണ് കേജ്രിവാൾ നാളെ എന്താണ്? രാഹുൽ ഗാന്ധി പ്രഡിക്റ്റബിൾ ആണ്, പക്ഷേ കേജ്രിവാൾ അൺപ്രഡിക്റ്റബിൾ ആണ്. ശ്രീ എസ് ജയസൂര്യൻ അൺപ്രഡിക്റ്റബിൾ ആണ്.